ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2015 റിലീസായ ഹെമിലി എന്ന ഹൊറർ ത്രില്ലർ മൂവിയാണ്. സിനിമയിലെ നായകൻ ജേക്കബ് എന്നൊരു കൊച്ചുകുട്ടിയാണ്. അവന്റെ അച്ഛനും അമ്മയും തങ്ങളുടെ ആനിവേഴ്സറി ആഘോഷിക്കുവാനായി വൈകുന്നേരം വീടിന് പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. തങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയം അവരുടെ 3 മക്കളുടെ കാര്യങ്ങൾ നോക്കാനായി ഒരു ആയയെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. അച്ഛനും അമ്മയും വീട് വിട്ടു പോയതിനു ശേഷം ആ പെൺകുട്ടി കുട്ടികളെ വളരെ ക്രൂരമായി ഉപദ്രവിക്കുവാനും അവരോട് മോശമായി പെരുമാറുവാനും തുടങ്ങുന്നു. 3 കുട്ടികളിൽ മുതിർന്നവനാണ് ജേക്കബ്. ജേക്കബ് തന്റെ സഹോദരങ്ങളെ രക്ഷിക്കുവാനായി ഒരുപാട് കഷ്ടപ്പെടുന്നു. ദുഷ്ടയായ ആ പെൺകുട്ടിയിൽ നിന്നും തന്റെ സഹോദരങ്ങളെ ആ പയ്യനെ രക്ഷിക്കാൻ കഴിയുമോ? എന്തിനാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എമീലിയ എന്ന മൂവിയുടെ കഥ. വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ 2.0. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. സിനിമ തുടങ്ങുമ്പോൾ റോഡിലൂടെ നടക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. അവിടേക്ക് ഒരു കാർ എത്തുന്നു. കാർ അവളുടെ സമീപം നിർത്തി കാർ ഓടിച്ചിരുന്ന ആൾ അവളോട് അഡ്രസ് ചോദിക്കുന്നു. ശേഷം അവളുടെ പേര് ആന എന്നാണോ എന്ന് ചോദിക്കുന്നു. അവൾ അതെ എന്ന് മറുപടി പറയുന്നു. അയാൾ അവളെ വാ പൊത്തിപ്പിടിച്ച് കാറിനുള്ളിലേക്ക് കയറ്റി കടത്തിക്കൊണ്ടു പോകുന്നു. കിഡ്നാപ്പർ ആരാണെന്ന് അവ്യക്തമാണ്. അവിടെ സിനിമയുടെ ടൈറ്റിൽ വരുന്നു. ശേഷം മറ്റൊരു സ്ഥലം കാണിക്കുന്നു. അവിടെ വഴിയോരത്തായി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സമീപത്തേക്ക് ഒരു കാർ വരുന്നു. അവൾ തന്റെ ഷൂസിൽ പറ്റിപ്പിടിച്ചിരുന്ന ചോര തുടച്ചു മാറ്റിയ ശേഷം ആ കാറിലേക്ക് കടക്കുന്നു. അവൾ പിന്നിലെ വീട്ടിലേക്ക് നോക്കി ബൈ അമ്മ എന്ന് യാത്ര പറയുന്നു. ഈ സമയം ജനലിന്റെ അരിയിലേക്ക് ആരോ അവിടേക്ക് വന്ന് നോക്കുന്നതായി കാണാം. കാറിൽ വന്ന് ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഇയാളാണ് ജേക്കബിന്റെ അച്ഛൻ. ഇയാൾക്ക് 3 കുട്ടികളാണ് ഉള്ളത്. അന്ന് തന്റെ ആനിവേഴ്സറി ആയതുകൊണ്ട് അയാൾ ഭാര്യയുമൊത്ത് രാത്രിയിൽ ഡിന്നർ കഴിക്കാനായി പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ സമയം തന്റെ 3 മക്കളെ നോക്കുവാനായിട്ടാണ് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സാധാരണ തന്റെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നത് ജോലിക്കാരിയായ മാഗിയാണ്. അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അവരാണ് ആനയെ ഈ കുടുംബത്തിന് പരിചയപ്പെടുത്തുന്നത്. കാർ യാത്രക്കിടയിൽ തന്നെ അയാൾ ആനയ്ക്ക് തന്റെ കുട്ടികളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും കൊടുക്കുന്നു. മൂത്ത മകൻ ജേക്കബ്, അവന് 11 വയസ്സ്. രണ്ടാമത്തെ മകൾ സാലി, അവൾക്ക് 9 വയസ്സ്. ഇളയ മകൻ ക്രിസ്റ്റഫർ, അവന് 5 വയസ്സ്. ഈ സമയം വീട്ടിൽ അവരുടെ കുസൃതികൾ കാണിക്കുന്നു. അവർ വളരെ വികൃതി പിടിച്ച കുട്ടികളാണെന്ന് മനസ്സിലാകുന്നു. ജേക്കബും ക്രിസ്റ്റഫറും തമ്മിൽ വഴക്കുണ്ടാകുന്നു. അവർ വഴക്ക് കൂടുന്നത് കണ്ട അമ്മ ജേക്കബിനോട് നീയാണ് മുതിർന്ന കുട്ടി, അതുകൊണ്ട് നീയാണ് നിന്റെ സഹോദരങ്ങളെ നോക്കേണ്ടതെന്ന് പറയുന്നു. അമ്മ അവരോടായി സാധാരണ തങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന മാഗി ഇന്ന് വരില്ല എന്നും പുതിയതായി തങ്ങളുടെ കാര്യങ്ങൾ നോക്കാനായി എത്തുന്ന പെൺകുട്ടിയുടെ പേര് ആന എന്നാണെന്നും പറയുന്നു. ഈ സമയം ജേക്കബ് തന്റെ മുറിയിലേക്ക് പോകുന്നു. അവൻ തന്റെ സുഹൃത്തുമായി സംസാരിക്കുവാനായി മുറിയിൽ ഒരു വാക്കി ടോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതിലൂടെ സുഹൃത്തിനെ രാത്രി പുറത്തേക്ക് പോകുവാനായി വിളിക്കുന്നു. എന്നാൽ സുഹൃത്തിന് അന്ന് രാത്രി പുറത്തേക്ക് വരുവാൻ കഴിയില്ല എന്ന് പറയുന്നു. അച്ഛൻ ആനയെ കൂട്ടി വീട്ടിലേക്ക് വരുന്നു. ആന വന്നയുടൻ ഹാളിലിരിക്കുന്ന കുട്ടികളെ കൊഞ്ചിക്കുവാനായി ആരംഭിക്കുന്നു. ഇത് കാണുന്ന അച്ഛനും അമ്മയ്ക്കും സന്തോഷമാകുന്നു. അച്ഛൻ ജേക്കബിന്റെ മുറിയിലേക്ക് എത്തി ആനയെ പരിചയപ്പെടുവാനായി ആവശ്യപ്പെടുന്നു. അമ്മ ആനയ്ക്ക് തന്റെ വീട്ടിലെ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. ജേക്കബ് ഇടയ്ക്കിടയ്ക്ക് താഴെയുള്ള കാർ പാർക്കിങ്ങിലേക്ക് പോകാറുണ്ട്. അവിടെ തങ്ങളുടെ വിലപിടിപ്പുള്ള കാർ ഉണ്ടായതിനാൽ അവനെ അവിടേക്ക് വിടരുതെന്ന് അമ്മ ആനയോട് പറയുന്നു. കൂടാതെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് അമ്മ ആനയോട് പറയുന്നു. ഈ സമയം ജേക്കബ് അവിടേക്ക് എത്തുന്നു. അച്ഛനും അമ്മയും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. അവർ അവിടെ നിന്നും പോയി എന്ന് ഉറപ്പുവരുത്തുവാനായി ആന ജനലിലൂടെ എത്തി നോക്കുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങളെ പുതിയൊരാൾക്കൊപ്പം ഒറ്റയ്ക്ക് വിട്ടുവരുന്നതിൽ വിഷമമുണ്ടെന്ന് അമ്മ അച്ഛനോട് പറയുന്നു. എന്നാൽ ആനയുടെ പെരുമാറ്റം വളരെ നല്ലതായതിനാൽ അവർ ആശ്വാസത്തിൽ അവിടെ നിന്നും പോകുന്നു. ഈ സമയം കുട്ടികൾ ഓരോ വേഷം ധരിച്ച് കളിക്കുവാനായി തുടങ്ങുന്നു. ആന അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ ഇരിക്കുന്നു. ഈ സമയം ജേക്കബ് തന്റെ അച്ഛന്റെ റൈഡിംഗ് ഡ്രസ് ഇട്ട് അവിടേക്ക് വരുന്നു. തന്റെ സഹോദരങ്ങൾ ജേക്കബിനോട് ഈ ഡ്രസ് എന്തിനാണ് ഇട്ടതെന്നും അച്ഛന് അതിഷ്ടമല്ല എന്നും പറയുന്നു. എന്നാൽ ആന ജേക്കബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തങ്ങളുടെ അച്ഛനും അമ്മയും അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം എന്ന് പറയുന്നു. ശേഷം 3 പേരോടായി ഫോട്ടോ എടുക്കാമെന്ന് പറയുന്നു. കുട്ടികൾ 3 പേരും ഫോട്ടോയ്ക്കായി പോസ്റ്റ് ചെയ്യുന്നു. ഈ സമയം ക്യാമറയിലേക്ക് നോക്കി ചിരിക്കുന്ന സാലിയെ നോക്കി ആന ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ട സാലി ഉറക്കെ ബഹളം വെച്ച് ചിരിക്കുന്നു. സാലിയുടെ ചിരി കണ്ട ദേഷ്യത്തിൽ ചിരി നിർത്താനായി ആന പറയുന്നു. ഇത് കേൾക്കുന്ന സാലി വല്ലാതെ പേടിക്കുന്നു. ശേഷം ആന അവരുടെ ഫോട്ടോ എടുക്കുന്നു. ഈ സമയം പുറത്തേക്ക് പോയ അച്ഛനെയും അമ്മയും കാണിക്കുന്നു. അവർ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുവാനായി കയറുന്നു. ഈ സമയം ഹോട്ടലിന് പുറത്തു നിന്നൊരാൾ അച്ഛനെയും അമ്മയും വീക്ഷിക്കുന്നതായി കാണിക്കുന്നു. വീട്ടിൽ ആന കുട്ടികളോടായി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാമെന്ന് ചോദിക്കുന്നു. എല്ലാവരും അതിന് തയ്യാറെടുക്കുന്നു. ആദ്യം ജേക്കബ് എണ്ണാനായി ആരംഭിക്കുന്നു. ക്രിസ്റ്റഫറും സാലിയും ഓരോ സ്ഥലത്തേക്ക് പോയി ഒളിക്കുന്നു. ജേക്കബിനോട് 100-ൽ നിന്നും പിന്നിലേക്ക് എണ്ണുവാനായി ആന ആവശ്യപ്പെടുന്നു. അവൻ 100, 99, 98 എന്ന് എണ്ണി തുടങ്ങുന്നു. ഈ സമയം ആന ആ വീടിന്റെ ജനലും വാതിലും അകത്തു നിന്നും കുറ്റിയിടുന്നു. കുറ്റിയിട്ട ശേഷം ജനലിന്റെ കർട്ടൻസ് എല്ലാം മൂടിയിടുന്നു. ശേഷം വീടിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ചുറ്റിക, സ്ക്രൂ ഡ്രൈവർ പോലെയുള്ള ടൂൾസ് എടുത്ത് ഹാളിലേക്ക് വരുന്നു. അവൾ പതുക്കെ വീടിന്റെ മുറികളിൽ എന്തൊക്കെയുണ്ടെന്ന് പരതി നോക്കുന്നു. ശേഷം അച്ഛന്റെ മുറിയിലേക്ക് പോയി ഒരു പെട്ടി എടുത്ത് നോക്കുന്നു. എന്നാൽ അത് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് വ്യക്തമാകുന്നു. അവൾ ആ പെട്ടി കുത്തി തുറക്കുവാനായി തുടങ്ങുന്നു. പെട്ടിക്കുള്ളിൽ നിന്നും എന്തോ എടുത്ത ശേഷം ആ പെട്ടി അവിടെ ഉപേക്ഷിക്കുന്നു. ഈ സമയം എണ്ണുന്നത് അവസാനിപ്പിച്ച ജേക്കബ് മറ്റുള്ളവരെ തേടാനായി ആരംഭിക്കുന്നു.
മുകളിൽ ബാത്റൂമിന് സമീപം എത്തുന്ന ജേക്കബ് എന്തോ കണ്ട് പേടിക്കുന്നു. പെട്ടെന്ന് തന്നെ ഉള്ളിൽ നിന്നും ആനയുടെ ശബ്ദം കേൾക്കുന്നു. ജേക്കബ്, നീ ഉള്ളിലേക്ക് വാ, നീ എന്നെ കണ്ടുപിടിച്ചല്ലേ എന്ന് ആന ചോദിക്കുന്നു. ആനയുടെ ശബ്ദം പതിയെ മാറാൻ തുടങ്ങുന്നു. അവൾ കുറച്ചുകൂടി ദേഷ്യത്തിൽ അവനെ ഉള്ളിലേക്ക് വിളിക്കുന്നു. എന്നാൽ ജേക്കബ് ആകെ ഭയന്ന് ഉള്ളിലേക്ക് വന്ന് നിൽക്കുന്നു. ആന തന്റെ പാൻസ് എല്ലാം ഊരി ജേക്കബിനെ മനഃപൂർവ്വം തന്റെ നഗ്നത കാണും വിധം പെരുമാറുന്നു. പക്ഷേ അത് ഇഷ്ടപ്പെടാതെ ജേക്കബ് മുറി വിട്ട് പുറത്തേക്ക് പോകുന്നു. ശേഷം കുട്ടികൾ താഴെ കളിക്കുവാനായി ആരംഭിക്കുന്നു. ഈ സമയം അവിടേക്ക് എത്തുന്ന ആനയെ കണ്ട് ജേക്കബ് അവളോട് സംസാരിക്കുവാനായി തുടങ്ങുന്നു. എന്നാൽ ആന ജേക്കബിനെ ഒഴിവാക്കി ക്രിസ്റ്റഫറിനോട് സംസാരിച്ചു തുടങ്ങുന്നു. ആനയുടെ ശ്രദ്ധ കിട്ടാനായി ജേക്കബ് തന്റെ പാമ്പിനെ പറ്റി ആനയോട് പറഞ്ഞു തുടങ്ങുന്നു. ജേക്കബ് തന്റെ പാമ്പിന് ഭക്ഷണം കൊടുക്കുന്നത് കാണിക്കുവാനായി ആനയെ വിളിക്കുന്നു. ജേക്കബ് ഒരു ജീവനില്ലാത്ത എലിയെ പാമ്പിന് കൊടുക്കുവാനായി കൊണ്ടുവരുന്നു. എന്നാൽ ആന ആ ജീവനില്ലാത്ത എലിയെ തട്ടിമാറ്റി അവിടേക്ക് ഒരു ജീവനുള്ള എലിയെ വെക്കുന്നു. എന്നാൽ ആ ബോക്സിൽ ഉണ്ടായിരുന്നത് സാലി തന്റെ പെറ്റായി വളർത്തുന്ന എലിയായിരുന്നു. ഇത് കണ്ട് സങ്കടപ്പെടുന്ന സാലി അതിന് സമ്മതിക്കാതെ ആനയുടെ കയ്യിൽ നിന്നും ബോക്സ് തട്ടിയെറിയുന്നു. ബോക്സ് മുറിയുടെ ഒരു മൂലയ്ക്കായി പോയി വീഴുന്നു. അതെടുക്കാനായി ഓടുന്ന സാലിയെ ജേക്കബ് തടയുന്നു. അവിടേക്ക് ഓടിയെത്തുന്ന ക്രിസ്റ്റഫർ സാലിയുടെ എലിയെ പുറത്തേക്കെടുത്ത് പാമ്പിന്റെ കൂട്ടിലേക്ക് ഇടുന്നു. എന്നാൽ ഇത് കണ്ട് സങ്കടം സഹിക്കവയ്യാത്ത സാലി കരഞ്ഞുകൊണ്ട് തിരികെ പോകുന്നു. എന്നാൽ ആന അവളെ ബലമായി അവിടേക്ക് പിടിച്ചു വലിക്കുന്നു. പാമ്പ് എലിയെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണാൻ ആന എല്ലാവരോടും പറയുന്നു. സാലി ദേഷ്യത്തിൽ ആനയുടെ കയ്യിലേക്ക് കടിക്കുന്നു. എന്നിട്ട് അവിടെ നിന്നും ബെഡിലേക്ക് ഓടുന്നു. ഈ സമയം പാമ്പ് ക്രൂരമായി എലിയെ കൊല്ലുന്നു. വിഷമത്തിൽ കിടക്കുന്ന സാലിയെ സമാധാനിപ്പിക്കുവാനായി ക്രിസ്റ്റഫർ അവിടേക്ക് എത്തുന്നു. അവിടേക്കെത്തുന്ന ആന എല്ലാവരെയും സിനിമ കാണുവാനായി താഴേക്ക് വിളിക്കുന്നു. ആന അച്ഛന്റെ മുറിയിലെ പെട്ടിയിൽ നിന്നും എടുത്ത CD കുട്ടികൾക്ക് മുൻപിലായി ഇട്ട് കാണിക്കുന്നു. ജേക്കബ് ബാത്റൂമിലേക്ക് പോകാനായി മുറി വിട്ടു പോകുന്നു. ഈ സമയം ക്രിസ്റ്റഫർ സിനിമയിൽ അച്ഛൻ ഡ്രസ്സില്ലാതെയാണ് അഭിനയിച്ചതെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു. അച്ഛനും അമ്മയും പ്രൈവറ്റ് മൊമെന്റിൽ എടുത്ത വീഡിയോ ആണ് ആന കുട്ടികളുടെ മുമ്പിലേക്ക് പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ സമയം മുകളിലെ മുറിയിലേക്ക് എത്തിയ ജേക്കബിന് ആനയുടെ കാര്യത്തിൽ ചില സംശയങ്ങൾ തോന്നുന്നു. അവൻ അവളുടെ ബാഗ് പരിശോധിക്കുവാനായി തുടങ്ങുന്നു. അതിൽ നിന്നും ഗണ്ണിന്റെ ചില ബുള്ളറ്റ്സും ID കാർഡും അവന് കിട്ടുന്നു. ID കാർഡിൽ അവളുടെ പേരിന്റെ സ്ഥാനത്ത് ആന എന്നതിന് പകരം എമീലിയ എന്നാണെന്ന് ജേക്കബ് ശ്രദ്ധിക്കുന്നു. ജേക്കബ് തന്റെ വാക്കി ടോക്കിയിലൂടെ ഫ്രണ്ടിനോട് ഈ കാര്യം സംസാരിക്കുവാനായി ശ്രമിക്കുന്നു. എന്നാൽ മറുവശം ഫ്രണ്ടിന്റെ അമ്മ സംസാരിച്ചു തുടങ്ങുന്നു. പഠിക്കേണ്ട സമയം ഇതൊക്കെയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ച് അവരത് ഓഫ് ചെയ്യുന്നു. മുറി വിട്ട് താഴേക്കിറങ്ങുന്ന ജേക്കബ് ടിവിയിൽ തന്റെ അച്ഛനെയും അമ്മയും നഗ്നരായി കാണുന്നു. അത് കണ്ട ദേഷ്യത്തിൽ TV ഓഫ് ചെയ്ത് റിമോട്ട് എറിഞ്ഞുടയ്ക്കുന്നു. ഈ സമയം ആന എന്ന എമിലി ജേക്കബിനോട് സോറി പറയുന്നു. ശേഷം ക്രിസ്റ്റഫറിനെ ഉറക്കാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവൾ ഒരു ബുക്ക് എടുത്ത് തുറന്ന് ഒരു കഥ വായിച്ചു തുടങ്ങുന്നു. അത് യഥാർത്ഥത്തിൽ അവളുടെ തന്നെ കഥയാണ്. ഒരു നാട്ടിൽ ഒരു പെൺകരടി ഉണ്ടായിരുന്നു. അതിന് ഒരു കുട്ടിക്കരടി ജനിച്ചു. അമ്മ കരടി ഒരുപാട് സ്നേഹത്തിൽ കുട്ടിക്കരടിയെ വളർത്തി. എന്നാൽ കുറച്ചു നാളുകൾക്കുള്ളിൽ കുട്ടിക്കരടി മരിച്ചു പോകുന്നു. ഇതിൽ വിഷമിക്കുന്ന പെൺകരടിയും തന്റെ ഭർത്താവും തങ്ങൾക്ക് ഒരു കുഞ്ഞുകൂടി വേണമെന്ന് വിചാരിക്കുന്നു. അതിനായി നാട് മുഴുവൻ അന്വേഷിച്ച് നടക്കുന്നു. ഇപ്പോൾ ആ അമ്മ കരടിക്ക് ഒരു കുഞ്ഞിക്കരടിയെ കിട്ടി എന്ന് അവൾ പറയുന്നു. ശേഷം അവൾ ക്രിസ്റ്റഫറിനെ തലോടുന്നു. ക്രിസ്റ്റഫറിനെ കടത്തിക്കൊണ്ടു പോകാനാണ് ആനയെ കടത്തിവെച്ച ശേഷം അവൾക്ക് പകരം എമീലിയ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഹോട്ടലിൽ അച്ഛനെയും അമ്മയും മറഞ്ഞു നിന്ന് നോക്കിയത് എമീലിയുടെ ഹസ്ബൻഡ് ആണെന്ന് വ്യക്തമാകുന്നു. സാലി ഈ സമയം മുറിയിലേക്ക് പോകുന്നു. മുറിയിൽ തങ്ങളുടെ അച്ഛന്റെ ഗൺ ഇരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ജേക്കബ് ഗൺ അവിടെ നിന്നും എടുത്തു മാറ്റുന്നു. ഈ സമയം ക്രിസ്റ്റഫറിന്റെ സമീപം ഉണ്ടായിരുന്ന എമിലി തന്റെ ഹസ്ബൻഡിന് മെസ്സേജ് ചെയ്യുന്നു. ഞാൻ നമ്മുടെ പുതിയ കുഞ്ഞിനെ കണ്ടെത്തി എന്നായിരുന്നു ആ മെസ്സേജ്. ഈ സമയം ജേക്കബ് ഗൺ കയ്യിലേക്ക് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. മുറിയിലേക്ക് എത്തുന്ന എമിലിക്ക് നേരെ ജേക്കബ് ഗൺ എടുത്ത് നീട്ടുന്നു. നീ ആരാണെന്ന് ജേക്കബ് അവളോട് ചോദിക്കുന്നു. അവൾ ആന എന്ന് മറുപടി പറയുന്നു. ജേക്കബ് അവളുടെ ID എടുത്ത് നോക്കിയ കാര്യം അവളോട് പറയുന്നു. നീ എമീലിയ അല്ലേ എന്ന് ചോദിച്ച് ജേക്കബ് തോക്ക് അവൾക്ക് നേരെ നീട്ടുന്നു. നിന്നെ കൊണ്ട് എന്നെ കൊല്ലാൻ കഴിയുമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ എമീലിയ ജേക്കബിനെ വെല്ലുവിളിക്കുന്നു. ഈ സമയം ക്രിസ്റ്റഫർ മുറിയിലേക്ക് എത്തുന്നു. ജേക്കബ് ഗൺ പില്ലോയുടെ അടിയിലേക്ക് മറച്ചു വെക്കുന്നു. എന്നാൽ ക്രിസ്റ്റഫർ പില്ലോയുടെ അടിയിൽ നിന്നും ഗൺ എടുത്ത് കളിക്കാൻ ആരംഭിക്കുന്നു. ഈ സമയം എമീലിയ ക്രിസ്റ്റഫറിന്റെ അരികിലേക്ക് എത്തി അമ്മയുടെ അരികിലേക്ക് വാ എന്ന് ക്രിസ്റ്റഫറിനെ വിളിക്കുന്നു. ശേഷം എമീലിയ ഗൺ കയ്യിലേക്ക് വാങ്ങുന്നു. ഈ സമയം താഴെ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു. ജേക്കബും സാലിയും താഴെ ഓടുന്നു. എന്നാൽ എമീലി പിന്നാലെ ഓടി അവരെ പിടികൂടുന്നു. ശേഷം മുറിക്കുള്ളിലാക്കി അടയ്ക്കുന്നു. ശബ്ദമുണ്ടാക്കാതെ ഇരിക്കൂ എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നു. ശബ്ദമുണ്ടാക്കിയാൽ കൊന്നുകളയും എന്ന് ദേഷ്യത്തിൽ പറയുന്നു. പറ്റില്ല എന്ന് പറയുന്ന ജേക്കബിന്റെ കാരണത്ത് എമീലി ആഞ്ഞടിക്കുന്നു. ശേഷം എമീലി താഴേക്ക് പോകുന്നു. കതക് തുറന്ന് നോക്കുമ്പോൾ കുട്ടികളെ സാധാരണയായി നോക്കുന്ന ആയ മാഗി അവിടേക്ക് എത്തിയിരിക്കുന്നു. മാഗി അവളോട് ആരാണെന്ന് ചോദിക്കുന്നു. എമീലി താൻ ആനയാണെന്ന് പറയുന്നു. മാഗിക്ക് ആനയെ നേരിട്ട് പരിചയമുണ്ട്. എമീലി ആരാണെന്ന് മാഗി വീണ്ടും ചോദിക്കുന്നു. കുട്ടികൾക്ക് മാഗിയുടെ ശബ്ദം കേട്ടതും മനസ്സിലാകുന്നു. മാഗി കാര്യങ്ങൾ അറിയുവാനായി ജേക്കബ് ഒരു പേപ്പറിൽ എന്തോ എഴുതുന്നു. മാഗിയോട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്ന എമീലി മാഗിയെ നോക്കി താൻ ആനയുടെ സുഹൃത്താണെന്നും അവൾ പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നതെന്നും പറയുന്നു. തങ്ങൾ ഈ വിവരം പറയുവാനായി മാഗിയെ ഫോണിൽ വിളിച്ചിരുന്നു. പക്ഷെ കോൾ കണക്ട് ആയില്ല എന്ന് എമീലി പറയുന്നു.
മാഗി അത് കേട്ട് വിശ്വസിക്കുന്നു. എന്നാൽ തനിക്ക് കുട്ടികളെ കാണണമെന്ന് മാഗി പറയുന്നു. കുട്ടികളെ കൂട്ടി വരാമെന്ന് പറഞ്ഞ് എമീലി മുകളിലേക്ക് പോകുന്നു. സ്റ്റെയർ കയറുന്ന സമയം എമീലി തന്റെ ഹസ്ബൻഡിന് മെസ്സേജ് അയക്കുന്നു. ആനയുടെ ഒറിജിനൽ ഫോണിൽ നിന്നും തനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനാൽ തന്റെ സുഹൃത്തിനെ അവിടേക്ക് അയച്ചു എന്ന് മാഗിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കാൻ എമീലി ഹസ്ബൻഡിനോട് പറയുന്നു. മുറിയിലേക്ക് എത്തിയ എമീലി കുട്ടികളോട് മാഗിയോട് ഒന്നും പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ശേഷം താഴേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മാഗി കുട്ടികളോട് സംസാരിച്ചു തുടങ്ങുന്നു. എന്നാൽ കുട്ടികൾ എമീലിയെ പേടിച്ച് സത്യം തുറന്ന് പറയുന്നില്ല. ഈ സമയം എമീലിയുടെ ഹസ്ബൻഡ് ആനയുടെ ഫോണിൽ നിന്നും മാഗിക്ക് മെസ്സേജ് അയക്കുന്നു. ആന ഹോസ്പിറ്റലിലാണെന്ന മെസ്സേജ് കണ്ടതും മാഗി അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തയ്യാറാകുന്നു. ഈ സമയം സാലി ഓടി വന്ന് മാഗിയെ കെട്ടിപ്പിടിക്കുന്നു. ശേഷം തങ്ങൾ എഴുതിയ പേപ്പർ മാഗിയുടെ ബാഗിലേക്ക് വയ്ക്കുന്നു. മാഗി ഇതൊന്നും അറിയാതെ കാറിലേക്ക് പോകുന്നു. എന്നാൽ ഇത് ശ്രദ്ധിച്ച എമീലി കാറിന്റെ അരികിലേക്ക് നടക്കുന്നു. കാറിലേക്ക് കടന്ന മാഗി സാലി ബാഗിലേക്ക് വെച്ച പേപ്പർ ശ്രദ്ധിക്കുന്നു. അവൾ ആ പേപ്പർ വായിച്ചു തുടങ്ങുന്നു. മറഞ്ഞിരുന്ന എമീലി മാഗിയുടെ തല സ്റ്റിയറിംഗിലേക്ക് പിടിച്ചടിക്കുന്നു. ശേഷം എമീലി മാഗിയെ വലിച്ചെടുത്ത് വീട്ടിലെ കബോർഡിനുള്ളിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നു. എമീലി മയക്കുമരുന്ന് ചേർത്ത ജ്യൂസ് കുട്ടികൾക്ക് കുടിക്കാനായി നൽകുന്നു. എന്നാൽ സംശയം തോന്നിയ ജേക്കബ് അത് കുടിക്കില്ല എന്ന് പറയുന്നു. എമീലി ദേഷ്യത്തിൽ സാലിയെ ഉപദ്രവിക്കുവാൻ തുടങ്ങുന്നു. ഇത് കണ്ട് പേടിച്ച കുട്ടികൾ ജ്യൂസ് എടുത്ത് കുടിക്കുന്നു. ശേഷം എമീലി എല്ലാവരോടും പോയി ഉറങ്ങുവാൻ പറയുന്നു. എന്നാൽ ജേക്കബ് ആരും കാണാതെ അവന്റെ വിരലുകൾ വായിലേക്കിട്ട് ആ ജ്യൂസ് ഛർദ്ദിക്കുന്നു. എമീലിയുടെ മുന്നിൽ ജേക്കബ് ഉറങ്ങിയതുപോലെ അഭിനയിക്കുന്നു. എമീലി കുട്ടികളെ പോയി തട്ടി നോക്കുന്നു. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി എമീലി മുറിവിട്ട് പുറത്തു പോകുന്നു. ജേക്കബ് മുറിവിട്ട് പുറത്തേക്ക് വന്ന് തന്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്യുവാനായി പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ഈ സമയം ഫോണിലേക്ക് കോൾ വരുന്നു. മറ്റൊരു മുറിയിൽ നിന്നും എമീലി ഫോൺ എടുക്കുന്നു. ജേക്കബും തന്റെ മുന്നിലുള്ള ഫോൺ എടുക്കുന്നു. കോളിൽ അമ്മയാണെന്ന് മനസ്സിലാകുന്നു. എമീലി കുട്ടികൾ ഉറക്കമായി എന്ന് പറയുന്നു. ശേഷം കോൾ കട്ട് ചെയ്യുന്നു. ജേക്കബ് തന്റെ അമ്മയോട് സംസാരിക്കുവാനായി ശ്രമിക്കുന്നു. എന്നാൽ അതിനുള്ളിൽ കോൾ കട്ടായിരിക്കുന്നു. ഈ സമയം എമീലി വീടിന്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അവൾ ക്രിസ്റ്റഫറിനെ മാത്രം മുകളിലേക്ക് എടുത്തുകൊണ്ടുപോയി കിടത്തുന്നു. ഇതെല്ലാം കണ്ടുനിന്ന ജേക്കബ് പുറത്തുപോയി ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കാം എന്ന് തീരുമാനിക്കുന്നു. തന്റെ വീട്ടിൽ നിന്നും നൂഴ്ന്നിറങ്ങി തന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് എത്തിയ ജേക്കബ് നടന്ന കാര്യങ്ങളെല്ലാം സുഹൃത്തിനോട് പറയുന്നു. ഈ സമയം ജേക്കബ് വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയ എമീലി തന്റെ ഹസ്ബൻഡിനോട് പയ്യൻ രക്ഷപ്പെട്ടു എന്ന് അറിയിക്കുന്നു. തന്റെ സഹോദരങ്ങൾ ഇപ്പോഴും അവിടെയല്ലേ, എമീലിയുടെ കയ്യിൽ ഗണ്ണില്ലേ എന്ന് ജേക്കബിന്റെ ഫ്രണ്ട് ജേക്കബിനോട് ചോദിക്കുന്നു. അവരുടെ ജീവൻ ഇപ്പോൾ ആപത്തിലല്ലേ, അവരെ രക്ഷിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. ജേക്കബ് അവരെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുവരുവാനായി തിരികെ വീട്ടിലേക്ക് പോകുന്നു. ഈ സമയം അച്ഛനും അമ്മയും ആഹാരം കഴിച്ച ശേഷം ഹോട്ടൽ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അവർ മദ്യലഹരിയിലായതിനാൽ വീട്ടിലേക്ക് തിരികെ പോകുവാനായി ഒരു ടാക്സി വിളിക്കുന്നു. വീട്ടിലേക്ക് തിരികെ എത്തിയ ജേക്കബ് തന്റെ സഹോദരങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാനായി ശ്രമിക്കുന്നു. ഈ സമയം അച്ഛനും അമ്മയും സഞ്ചരിച്ചിരുന്ന ടാക്സി ആക്സിഡന്റ് ആകുന്നു. ആക്സിഡന്റിൽ അച്ഛനും അമ്മയ്ക്കും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പക്ഷേ എതിരെ വന്ന കാർ ഡ്രൈവർ മരിക്കുന്നു. അത് എമീലിയുടെ ഹസ്ബൻഡ് ആണെന്ന് വ്യക്തമാകുന്നു. കുട്ടികളുടെ അച്ഛൻ ആക്സിഡന്റായ കാര്യം പോലീസിനെ അറിയിക്കുന്നു. ജേക്കബ് ക്രിസ്റ്റഫറിനെ സുരക്ഷിതമായി ഒരു മറവിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധം ഒളിപ്പിക്കുന്നു. എന്നാൽ സാലിയെ അവിടെ എവിടെയും കാണാനില്ല. നടക്കുന്ന വഴിയിൽ ജേക്കബ് മാഗിയുടെ ശരീരത്തിൽ തട്ടി താഴേക്ക് വീഴുന്നു. അബോധാവസ്ഥയിൽ കിടക്കുന്ന മാഗിയെ ഉണർത്തുവാനായി ജേക്കബ് ഒരുപാട് ശ്രമിക്കുന്നു. എന്നാൽ അവൻ അതിന് കഴിയുന്നില്ല. ഈ സമയം മുകളിൽ നിന്നും എമീലി തന്റെ മകനെ തനിക്ക് തിരികെ നൽകണം, അല്ലെങ്കിൽ സാലിയെ കൊല്ലുമെന്ന് ഉച്ചത്തിൽ അലറുന്നു. അത് നിന്റെ മകനല്ല, എന്റെ സഹോദരനാണെന്ന് ജേക്കബ് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറയുന്നു. ഈ സമയം ആക്സിഡന്റ് ആയ സ്ഥലത്തേക്ക് പോലീസും ആംബുലൻസും എത്തുന്നു. അച്ഛൻ തന്റെ 3 മക്കൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അതിനാൽ തിരികെ പോകണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുന്നു. പോലീസ് ഓഫീസർ അവരെ വീട്ടിലേക്ക് വിട്ടയക്കുന്നു. ജേക്കബ് എമീലിയുടെ ശബ്ദം കേട്ട ദിശയിലേക്ക് പോകുന്നു. അവിടെ എമീലി നിൽക്കുന്ന സ്ഥലത്ത് സാലി അബോധാവസ്ഥയിൽ കിടക്കുന്നതായി കാണുന്നു. ഈ സമയം ജേക്കബ് നിന്റെ മകനെ ഞാൻ നിനക്ക് തിരികെ തരാം എന്ന് പറഞ്ഞ് ഒരു ബോക്സ് താഴെ ഉരുട്ടിവിടുന്നു. എമീലി ക്രിസ്റ്റഫറിനെ എടുക്കുവാനായി ആ ബോക്സിന്റെ സമീപത്തേക്ക് പോകുന്നു. എന്നാൽ അതിനുള്ളിൽ കത്തിച്ചു വെച്ചിരുന്ന പടക്കമായിരുന്നു. പടക്കം പൊട്ടി എമീലിയുടെ മുഖത്തേക്ക് വീഴുന്നു. അവൾ വേദനയിൽ പുളയാൻ തുടങ്ങുന്നു. ഈ സമയം ജേക്കബ് സാലിയെ ഒരു ട്രോളിയിലേക്ക് എടുത്തു കിടത്തി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. ആക്സിഡന്റ് ആയ സ്ഥലത്തെ കാർ പോലീസ് പരിശോധിക്കുന്നു. കാറിനുള്ളിൽ നിന്നും അബോധാവസ്ഥയിലുള്ള ആനയെ പോലീസ് കണ്ടെത്തുന്നു. ഈ വിവരങ്ങൾ അച്ഛനും അമ്മയും സഞ്ചരിച്ചിരുന്ന വണ്ടിയിലെ വാക്കി ടോക്കിയിലൂടെ അവർ കേൾക്കുന്നു. ഇത് കേട്ടതും അമ്മ ഉച്ചത്തിൽ കരയാൻ തുടങ്ങുന്നു. തങ്ങളുടെ വീട്ടിലേക്ക് വരാനിരുന്നത് ആന എന്നൊരു കെയർടേക്കർ ആണെന്ന് അമ്മ പറയുന്നു. അങ്ങനെയാണെങ്കിൽ തന്റെ കുട്ടികൾ ഇപ്പോൾ അപകടത്തിലാണോ എന്ന് സംശയമുണ്ടെന്ന് അമ്മ പറയുന്നു. പോലീസ് വണ്ടി വേഗതയിൽ വീട്ടിലേക്ക് പോകുന്നു. ഈ സമയം അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന തന്റെ അച്ഛന്റെ കാറിലേക്ക് ജേക്കബ് തന്റെ സഹോദരങ്ങളെ കിടത്തുന്നു. അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് ഷട്ടർ ഓപ്പൺ ആക്കുന്നു. അവിടേക്ക് എമീലി ഗണ്ണുമായി വരുന്നു. തന്റെ മകനെ തിരികെ വേണമെന്ന് പറഞ്ഞ് അവൾ കാറിന്റെ പിന്നിൽ നിന്നും തോക്ക് ചൂണ്ടുന്നു. ജേക്കബ് വണ്ടി റിവേഴ്സ് ഗിയറിലിട്ട് പിന്നിലേക്ക് എടുക്കുന്നു. വണ്ടി എമീലിയെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ശേഷം അവൻ വണ്ടി പുറത്തേക്ക് ഇറക്കുന്നു. ഈ സമയം എതിർദിശയിൽ വന്ന പോലീസ് കാർ കണ്ടു നിർത്തുന്നു. കുട്ടികൾ സേഫ് ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. വീട്ടിലേക്ക് തിരികെ എത്തിയ അവർ മാഗിയെയും ജേക്കബിന്റെ ഫ്രണ്ടിനെയും കണ്ടെത്തി രക്ഷിക്കുന്നു. എന്നാൽ എമീലിയെ അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൾ മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടുന്നതായി കാണിച്ച് പടം അവസാനിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.